ദൈവമുമ്പാകെ ആർത്തിട്ടപ്പോൾ ഇസ്രായേലിനെ ഒന്നിച്ച് ആർപ്പിട്ടപ്പോൾ അവരുടെ മുമ്പിലിരുന്ന മതിലിനെ ദൈവം ഇല്ലാതാക്കി മാറ്റിയതുപോലെ എത്ര വലിയ പ്രതികൂലങ്ങളുടെ നടുവിലൂടെയാണെങ്കിലും നാം കടന്നു വന്നിരിക്കുന്നെങ്കിലും ഒരു സാധ്യതകളും നമ്മുടെ മുൻപിൽ ഇല്ല എങ്കിലും ഇനി മുൻപോട്ട് ഞങ്ങൾ എങ്ങനെ പോകുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഇരിക്കുന്നെങ്കിലും നിന്റെ ആരാധനയുടെ നടുവിൽ ശത്രു ഉയർത്തിയിരിക്കുന്ന സകല മതിൽക്കെട്ടുകളും പൊട്ടി വീഴുന്ന ഒരനുഗ്രഹ നിമിഷമായി ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്, ആരാധിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിയും, ആരാധിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും, ആരാധിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകും, ആരാധിക്കുമ്പോൾ സകല സാധനങ്ങളും എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും മാറുന്ന ഒരനുഗ്രഹ നിമിഷമാണ് ആരാധന. ദൈവം മുമ്പാകെ ആരാധിക്കുന്ന ഏതൊരു മനുഷ്യനും ദൈവം മുമ്പാകെ ശക്തിയോടെ ബലത്തോടെ നിന്നോണം. ആരാധനയുടെ നിസ്സാരമായ കാര്യമല്ല. ആരാധന എന്തോ ഒന്ന് വന്ന് പാടിപ്പോകുന്ന ഒരനുഭവമാണെന്ന് കരുതരുത്. ദൈവം ഇറങ്ങി വരുന്ന സമയമാ. അത്യുന്നതനായ ദൈവം, പരിശുദ്ധനായ ദൈവം ആരാധനയുടെ മധ്യയിൽ ഇറങ്ങി വരുമ്പോൾ ആരാധിക്കുമ്പോൾ ദൈവം ആരാധന ബോധത്തോട് നിന്നുകൊണ്ട് തന്നെ ആരാധിക്കണം. അധികാരമുള്ളവൻ ഉന്നതനായ ദൈവം, മരിച്ച് മൺമറഞ്ഞു പോയ ദൈവത്തെ അല്ല, ജീവിക്കുന്ന ദൈവത്തെ, ഉയർത്തെഴുന്നേറ്റ ദൈവത്തെ, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കൈവശമുള്ള അധികാരിയായ ക്രിസ്തുവിനെ ആരാധിക്കാനാ നാം നിർത്തുന്നത്. ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുവാനല്ല, ഒരു വിഗ്രഹത്തിന്റെ മുഖത്തിൽ നോക്കുവാനല്ല, മനുഷ്യൻ കൊണ്ടുണ്ടാക്കിയ ഒന്നിന്റെ മുമ്പിലല്ല നാം വന്ന് നിൽക്കുന്നത്. ആത്മാവായ ജീവിക്കുന്ന ദൈവം ഇന്ന് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുമ്പോൾ അവൻ നമ്മെ കാണിച്ച മഹാകരുണയെ, അവൻ നമ്മോട് കാണിച്ച മഹാകരുണയെ മറന്നു പോകരുത്. അവർ ദൈവമെന്ന് ഓർത്ത് നമസ്കരിക്കോ, നന്ദി കാണിക്കുക ചെയ്യാത്തൊരു തലമുറ നമുക്ക് പിന്നിലുണ്ടായിരുന്നുവെങ്കിൽ അവരെ പോലെ നാം ആകാതെ ഇന്ന് പ്രധാനത്തിൽ ദൈവത്തെ, യേശുവിനെ ദൈവമെന്ന് ബോധിപ്പിക്കുന്ന ആത്മാവിൽ തലവണിച്ച സന്ദേശങ്ങളെ ആരാധിച്ചുയർത്തുവാൻ അയ്യപ്പ മഹാപുരോഹിതൻ യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, നീയാണോ വന്യനായ ദൈവത്തിന്റെ പുത്രനായ യേശുവെന്നല്ല ചോദിച്ചു കേട്ടോ, നീയാണോ യേശുവെന്നല്ല ചോദിച്ച്, പുത്രനായ ക്രിസ്തു, അഭിഷിക്തൻ, ദൈവം, നീ തന്നാണോ ആ ചോദ്യം. ആ ചോദ്യത്തിന് യേശു, അത് ഞാൻ തന്നെ, നീ പറഞ്ഞ ദൈവം ഞാൻ തന്നെ, മറ്റാരുമല്ല. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏക ദൈവം, ഏക നാമം യേശു ക്രിസ്തു എന്ന നാമമാ. ആ നാമത്തെ മുമ്പിൽ നാം ആരാധിക്കുന്നത് മരണത്തെ ജയിച്ചു ജയാളിയായി തീർന്ന യേശുവിനെ ആരാധിക്കാൻ നാം ഈ പ്രഭാതത്തിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. നാല് സുവിശേഷങ്ങളിൽ യേശുവിനെ യേശുവെന്ന് മാത്രമേ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. നാല് സുവിശേഷങ്ങളിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഉൽപ്പത്തി, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ നാല് പുസ്തകങ്ങളിലും യേശുവിനെ യേശുവെന്ന് മാത്രമേ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം വരുന്ന എല്ലാ ലേഖനങ്ങളിലും യേശുവിനോട് കൂടെ ഒരു പദം കൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യേശു ക്രിസ്തു, യേശു രക്ഷകൻ, യേശു ക്രിസ്തു എന്ന മരണത്തെ ജയിച്ചവൻ, ദൈവം എന്ന ആ വാക്കിന്റെ അർത്ഥം യേശു ക്രിസ്തു, അവൻ മാത്രമേ ദൈവം. ആ ദൈവത്തെ ആരാധിക്കാൻ നിൽക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകണം കേട്ടോ. ഹൃദയത്തിൽ ഒരു ആനന്ദം ഉണ്ടാകണം. ഞാൻ ആരാധിക്കുന്നത് ആര് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. മനുഷ്യ നിർമ്മിതമായ ഒന്നിന്റെ മുമ്പിലല്ല വന്ന് നിൽക്കുന്നത്. മരണത്തെ ജയിച്ച ഏക ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ഇന്ന് ലോകത്തിന്റെ ദൃഷ്ടിയിൽ അനേക മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ പാലസ്തീനിൽ ഒരു കല്ലറ കൊണ്ടു കിടപ്പുണ്ട്. ദൂതനോട് ചോദിച്ചപ്പോൾ ദൂതൻ കൊടുത്ത മറുപടി, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ സ്നേഹത്തോടെ വീണ്ടും തന്റെ മക്കളെ ചേർക്കാൻ വാനമേഘങ്ങളിൽ വരുന്ന ഈ ഏക ദൈവം. കർത്താവിനെ ഹൃദയം തുറന്ന് സന്തോഷത്തോടെ നമുക്ക് പാടി ആരാധിക്കും കേട്ടോ. അല്പസമയം നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും മറന്നോണം, എല്ലാ വേദനകളും മറന്നോണം, എല്ലാ ആകുലതകളും മറന്നോണം. യേശു ചോദിക്കുന്നില്ല മത്തായിയുടെ സുവിശേഷത്തിൽ, നിങ്ങൾ വിചാരപ്പെടുന്നതില്ല നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ?
പിന്നെന്തിനാ നിരാശപ്പെട്ട് വ്യാകുലപ്പെട്ട് ആകുലപ്പെട്ട് മനോഭാരത്തോടെ ഇതിനകത്തിരിക്കുന്നത്? ദൈവത്തെ ആരാധിച്ചുകൊണ്ടേ നീട്ടാനും കുറയ്ക്കാനും കഴിവുള്ളവൻ, ആയുസിനെ നീട്ടാനും കുറയ്ക്കാനും കഴിവുള്ളവൻ, നിന്റെ ആവശ്യങ്ങളെ പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ, നിങ്ങളുടെ വിഷയം എത്ര വലുതാണ് അതിനെ മാറ്റി മറിക്കാൻ ശക്തനായവൻ വേറാരുമില്ല. ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അവരെ ഹൃദയത്തിൽ ആരാധിച്ച് അവരെ ഹൃദയത്തിൽ ഉയർത്തിച്ച് നിങ്ങളുടെ വിഷയത്തിലൂടെ എനിക്ക് സന്തോഷത്തോടെ കരമടിച്ച് നമുക്ക് പാടി ആരാധിക്കണം. Hallelujah.
ക്രൂശിൽ ജയാളിയായവനെ. ലോകം നോക്കുമ്പോൾ ക്രൂശ് ഒരു പക്ഷേ ഒരു തോൽവിയായിരിക്കാം, ഒരു പരാജയമായിരിക്കാം. പക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് ആ ക്രൂശ് എന്നും ഒരു ജയമാണ്. ആ ക്രൂശില സാത്താന്റെ തലയെ തകർത്ത് ശാപത്തെയും പാപത്തെയും എന്നേക്കുമായി നീക്കി നമുക്ക് ജയം തന്ന ഈ ഏക ദൈവം എവിടൊക്കെ അധികാരമുള്ളതാണ്, ഏതെല്ലാം മേഖലകളിലാണ് നമ്മുടെ ദൈവത്തിന് അധികാരം. അത് ദേഹമായിക്കോട്ടെ, ദേഹിയായിക്കോട്ടെ, ആത്മതലത്തിലായിക്കൊള്ളട്ടെ, ഒരുപോലെ അധികാരമുള്ള ഒരുവരെയാണ് നാം ആരാധിക്കുന്നത്. വേറെ ഒന്നിനെയല്ല, സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ. സകലത്തിന്റെ കാരണഭൂതനായി പോകുന്നവൻ. അവസാനം ഓരോ മലയിലും യേശു സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും, സ്വർഗത്തിലും ഭൂമിയിലും. എന്താ പറ, ഉറക്കം പറ. സ്വർഗത്തിലും ഭൂമിയിലും. വെറുമൊരു അധികാരമല്ല കേട്ടോ, ഇനി എന്തെല്ലാം അധികാരമുണ്ടോ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിതാവ് നൽകുന്ന അധികാരം മുഴുവൻ പുത്രൻ എടുത്തു കേട്ടോ. ആ പിതാവ് അധികാരം മുഴുവൻ പുത്രന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ആ പുത്രന്റെ മുൻപിൽ സകല മുഴങ്കാലം വഴങ്ങും, എല്ലാ നാമം ഏറ്റു പറയും. എല്ലാ മുഴങ്കാലം വഴങ്ങുന്ന ഏക നാമം, ഏക ദൈവം, ഏക കർത്താവ്. യേശുവിനെ ക്രൂശിക്കുന്നതിന് മുമ്പേ മഹാപുരോഹിതൻ ഒരു കാര്യം ചോദിച്ചു, നിന്നെ വിട്ടയപ്പാനും ക്രൂശിപ്പാനും ഞങ്ങൾക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. ആരോടാ പറയുന്നത്? മഹാപുരോഹിതൻ, ഭൂതലത്തിലെ അധികാരിയായ ഒരുവൻ യേശുവിനോട് നോക്കി പറയുക, നിന്നെ വിട്ടയപ്പാനും ക്രൂശിപ്പാനും ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറയുമ്പോൾ യേശു തിരിച്ചൊരു മറുപടി പറഞ്ഞു, എന്റെ പിതാവിന്റെ നിന്ന് നിനക്ക് അധികാരം കിട്ടിയിട്ടില്ല എങ്കിൽ അധികാരം എന്റെ പേരാ ദൈവം തന്നിരിക്കുന്നത്. രാത്രിയുടെ 4-ാം യാമത്തിൽ ശിഷ്യഗണങ്ങൾ വരുമ്പോൾ കാറ്റും കടലും കണ്ട് പേടിച്ചിരിക്കുന്നവരോട് യേശു എന്ന് പറഞ്ഞു, കാറ്റേ കടലേ ശാന്തമാകാന്ന് പറഞ്ഞപ്പോൾ ശിഷ്യഗണങ്ങൾ മുഴുവൻ ഒന്നിച്ചു പറഞ്ഞു, ഇവനാ കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇതിന് മേൽ അധികാരമുള്ള ഇവനാ. ഒരധികാരിയായ കർത്താവിനെയാ നാം ആരാധിക്കാൻ നോക്കുന്നത്. അതിന്റെ അവസാന സ്റ്റാൻസ് ഇങ്ങനെ പാടിയേ, വീണ്ടും വരാമെന്ന്. ലോകത്ത് ഏതെങ്കിലും ഒരു മഹാനോ ദൈവമെന്ന് കരുതപ്പെടുന്നതോ വാഗ്ദത്തം ചെയ്തതോ ആയിട്ടുള്ള എന്തെങ്കിലും വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പോയിട്ട് നിങ്ങളെ ചേർപ്പാൻ വരുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയുന്നേ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ആ
ദൈവത്തെ ആരാധിക്കാൻ നൽകുന്നത്. അല്പസമയങ്ങളിൽ അവരുടെ തന്നെ മഹത്വത്തെ ഓർത്ത്, ആ സ്നേഹത്തെ ഓർത്ത് എല്ലാവരും ശക്തിയോടെ 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 അടച്ചു വെക്കരുത്. പുകഴ്ത്തിയ യേശുവിനെ അധികാരമുള്ളവരെ അധികാരമുള്ളവരെ ഈ അധികാരമുള്ളവൻ ഇന്ന് എവിടെ വസിക്കുന്നുണ്ട്? ക്രൂശിൽ നിന്ന് ജയിച്ച് ജയാളിയായി പോകാൻ എവിടെ പോയി? സ്വർഗത്തിൽ പോയിട്ട് ഇപ്പൊ എവിടെ വന്നിരിക്കുന്നു? പറയുന്നേ, എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിൽ ഇരിക്കുന്ന അതേസമയം ഇത്ര വലിയ ദൈവം എന്റെ ഉള്ളിൽ വന്ന് ഇപ്പൊ വസിക്കുന്നെന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമുണ്ടാകും. നാമല്ലോ ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. അടുത്ത പാട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു, ആ മനോഹരം യാഹേ നിന്റെ ആലയം. അന്ന് അടുത്ത് നിൽക്കുന്ന മുഖത്തോട്ട് നോക്കിയൊന്ന് പറഞ്ഞു, ആ മനോഹരം, എന്തൊരു സന്തോഷമാ ഈ ദൈവത്തിന്റെ ആലയത്തെ കാണുമ്പോൾ എനിക്ക് എന്തൊരു ആനന്ദമാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ ആലയത്തെ ഒന്ന് നോക്കിയിട്ട് പാട്ടുകാരൻ പറഞ്ഞതുപോലെ ആ മനോഹരം യേശുവേ നിന്റെ ആലയം എത്ര സന്തോഷമാ. ദൈവമേ എന്നുള്ളം നിറയുന്നു എന്ന് ഞാൻ പാടും. ദൈവത്തിന് സ്തുതി, ഹല്ലേലൂയ ഞാൻ പാടും. കാരണം എന്റെ യേശു എനിക്ക് നല്ലവൻ, വല്ലവൻ, അവന്റെ ദയ അതെന്നേക്കുമുള്ളതാ. ഇത് കരമടിച്ച് സന്തോഷത്തോടെ ആനന്ദത്തോടെ പാടിക്കണം കേട്ടോ. ഇനിയുള്ള സമയങ്ങൾ ദൈവത്തെ ഹൃദയം തുറന്ന് ആരാധിച്ചോണം. ആരാധിക്കുന്നതിനേക്കാട്ടിന്റെ സന്തോഷം വേറൊന്നും ഇല്ലെന്നേ. നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? യേശുവിനെ ആരാധിക്കുന്നതിലും വലിയ സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ? യേശുവിനെ ആരാധിക്കുന്നതിലും അധിക സന്തോഷം എനിക്ക് ഇന്ന കാര്യം ചെയ്യുമ്പോൾ കിട്ടുമെന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ടോ? കാരണം ഈ ആരാധന എന്ന് പറയുന്നത് 3 തലങ്ങളെ ഒരുപോലെ ബാധിക്കുന്നതാണ്. ബാക്കി ആഹാരം കഴിച്ചാൽ അത് നിന്റെ ദേഹതലത്തിലൂടെ പോകും. പക്ഷെ ആരാധിച്ചാൽ അത് ദേഹത്തിനും ദേഹിക്കും, അത് ആത്മാവിനും അതുകൊണ്ട് ആരാധിച്ചോണം ദൈവത്തെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരമടിച്ച് നമുക്ക് പാടി ആരാധിക്കാം. Hallelujah.
ആകാശത്തിലെ പറവുകളിൽ നോക്കുവേൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ പോഷിപ്പിക്കുന്നു. അതിലെ 7-ാം വാക്കിന്റെ താഴോട്ട് നമുക്ക് വായിക്കാം. 2 Corinthians 4:7 മുതൽ. അവസാനം നമ്മൾ പാടിയത് ഇങ്ങനെയാണ്: ഞങ്ങൾ പാർട്ടിയിടും നിത്യം നിന്റെ ആലയിൽ, ഞങ്ങൾ ശക്തരാ എന്നും നിന്റെ ശക്തിയാ. എന്റെ ശക്തി കൊണ്ടോ ലോകത്തിൻ്റെതായ ശക്തി കൊണ്ടോ മറ്റൊരു ശക്തി കൊണ്ടല്ല ഇന്ന് നമ്മൾ ശക്തരായി തീർന്നിരിക്കുന്നതിന്റെ കാരണം. അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എങ്കിലും ഈ അന്ത്യശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ. എന്തെങ്കിലും മനസ്സിലായോ? എങ്കിലും ഈ അന്ത്യശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയുന്നത് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു. ഈ മൺപാത്രത്തിനകത്ത് ഈ മഹത്വത്തിന്റെ ശക്തി ഇറങ്ങി വന്ന് അധിവസിക്കുന്നുവെന്ന് പറഞ്ഞ ഈ ദൈവത്തെ നമ്മെ ശക്തരാക്കുന്നത്, നമ്മെ ബലപ്പെടുത്തുന്നത് ഈ മൺകൂടാരത്തിനകത്ത് ഒരാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഈ മഹത്വത്തിന്റെ പ്രത്യാശ ഇതിനകത്തിരിക്കുമ്പോൾ നമ്മെ ശക്തീകരിക്കും. അതുകൊണ്ടല്ലേ കണ്ണുനീരും കഷ്ടതയും കഴിവുകളും എല്ലാം അനുഗ്രഹമാക്കി മാറ്റുന്നത്. അതിന് താഴോട്ട് വായിക്കുമ്പോൾ ഈ ലോകത്ത് എന്തെല്ലാം കഷ്ടം, രോഗം, ദുഃഖങ്ങളെല്ലാം വന്നാലും ഈ ശരീരത്തിൽ ദൈവശക്തി അധിവസിക്കുന്ന കാലത്തോളം ഒന്നിനും നമ്മെ തളർത്തി കളയാൻ, നമ്മെ ചിന്തിച്ചു കളയാൻ, ഛേദിപ്പിച്ചു കളയാൻ സാധ്യമല്ല. നമ്മെ ശക്തരാക്കുന്നത് ഈ കർത്താവിനെ പ്രിയത്തോടെ ആരാധിച്ചു. എല്ലാ ദിവസങ്ങളാലും ഉയർത്തിപ്പിടിച്ചു. നാം ആരാധിക്കുന്ന ദൈവം ജീവനോടെ ഉയർത്ത കർത്താവ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള കർത്താവ്. ഒരു നിമിഷം എല്ലാ കരങ്ങളും ഉയർത്തി ബാഹ്യമായ കണ്ണുകളൊക്കെ അടച്ച് അന്തരംഗത്തിൽ ആ കർത്താവിനെ ഒന്ന് ധ്യാനിച്ച് ഈ ലോകത്ത്
ഇങ്ങനെ പറയുന്നു, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർബലമാണ്, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. എങ്കിലും ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ച സ്നേഹം. Praise the Lord. നമുക്ക് വേണ്ടി മരിച്ച് മൺമറഞ്ഞു പോയൊരു ദൈവത്തെയല്ല, മരിച്ച് മൂന്നാം നാൾ മരണത്തിന്റെയും പാതാളത്തിന്റെയും ശക്തിയെ തകർത്തെറിഞ്ഞുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആരാധിക്കാനാണ് നാം വന്നിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആരാധിക്കുമ്പോൾ ദൈവത്തിന് ജീവനുള്ള ആരാധന കൊടുക്കാൻ നമുക്കിടയായിത്തീരണം. എല്ലാ കരങ്ങളും ഉയർത്തി, എല്ലാ കരങ്ങളും തുറന്ന് ഒരുപോലെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ അന്തരംഗത്തിൽ ഈ കർത്താവിനെ ഒന്ന് പാടി ആരാധിച്ചു. ജീവനോടുയർന്നവരേ അങ്ങേ വാഴ്ത്തി പുകഴ്ത്തിയിടുന്നു. ജീവന്റെ ആധാരമേ അങ്ങേ വാഴ്ത്തി പുകഴ്ത്തിയിടുന്നു. ജീവനോടുയർന്നവരേ
എല്ലാം ഒരുപോലെ ശ്രമിച്ചാണ്, എല്ലാം ഒരുപോലെ ജീവനോട് ഉയർത്തവൻ നമ്മുടെ രോഗത്തിന് വേണ്ടി, ശാപത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ യാഗമായി തീർന്ന രക്ഷകനെ ഉയർത്തുവാൻ എല്ലാം ഒരുപോലെ ശ്രമിച്ചാണ്. അവൻ മാത്രം സത്യദൈവം. അവൻ നമ്മെ വീണ്ടെടുത്ത കൃപയോർക്കുമ്പോൾ അപ്പാപിതാവേ പുത്രന്റെ അവകാശം നമുക്ക് തന്ന് നമ്മെ മകനാക്കി മകളാക്കി തീർത്ത വലിയ സ്നേഹമോർത്ത് അവൻ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയുടെ കുലക്കലത്തിൽ 3 ആണികളിന്മേൽ തൂക്കപ്പെട്ടവനായി കർത്താവേ, നിന്റെ രക്തം ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു കർത്താവേ. ശങ്കിലെ ചോര തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവേ, ഇത്ര വലിയ സ്നേഹം തരുവാൻ ഞങ്ങളിൽ നിന്റെ കൃപയല്ലാതെ വേറൊന്നുമില്ല കർത്താവേ. ഒരു നീതി പ്രവൃത്തി ഞങ്ങളിൽ കാണാതിരുന്നപ്പോൾ കർത്തന്റെ കൃപയൊന്ന് ഞങ്ങളെ തേടി വന്നു കർത്താവേ. ആ സ്നേഹം ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, നീ ഇന്നയോളം ഞങ്ങളെ നടത്തിയത്, ഇന്നയോളം കരുതിയ വിധങ്ങൾ ഓർക്കുമ്പോൾ നിന്നതല്ല കർത്താവേ, നീ ഞങ്ങളെ നടത്തിയതാ. ഞങ്ങൾ നേടിയതല്ല ഈ കാണുന്നതൊന്നും കർത്താവേ, നീ ഞങ്ങൾക്ക് ദാനമായി തന്ന കൃപയോർത്ത് എല്ലാ ഒരുപോലെ നല്ല കർത്താവിനെ, ആ കർത്താവിനെ അവർ ചെയ്ത നന്മകളെ എത്ര സ്തുതിച്ചാലും, എത്ര ഒന്നിച്ചാലും, എത്ര സ്തുതിച്ചാലും ഒന്നിച്ചാലും മതിവരാത്ത ഞങ്ങളെ വാഴ്ത്തുന്ന കർത്താവേ, ഒരു സ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ തിരഞ്ഞെടുത്ത സ്നേഹം. ഹല്ലേലൂയ. യേശു മാത്രം കർത്താവ്, യേശു മാത്രം ആരാധ്യൻ, യേശു മാത്രം സർവസ്വമായിരിക്കാം. ആ നല്ല കർത്താവിനെ നമുക്ക് ചേർന്ന് ആരാധിക്കാം. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവ് പാടി ആരാധിച്ച് സ്തോത്രം കർത്താവേ, ഇന്നും സ്തുതി നിനക്ക്, വാഴ്ത്തി പാടിടാം യേശുനാമത്തിൽ. സ്തോത്രം കർത്താവേ, എന്നും സ്തുതി നിനക്ക്, വാഴ്ത്തി പാടിടാം യേശുനാമത്തിൽ. ആരാധിച്ചിരുന്നു ഞാൻ എന്നെ അവന്റെ സ്ഥാനങ്ങൾ
Hallelujah.
രാജാതിരാജാവ്, കർത്താതി കർത്താവ്, സകല മഹത്വത്തിനും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും നീ മാത്രം യോഗ്യൻ കർത്താവേ. നീ അടക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവേ ഞങ്ങളുടെ മുന്നോട്ട് കർത്താവേ. എല്ലാ സ്തുതിയും എല്ലാ ആരാധനയും എല്ലാ മഹത്വവും അന്നും ഇന്നും ഇനി എന്നേക്കും ഒരുവൻ മാത്രം യോഗ്യനായി തീർന്നു. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് പോലെ അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയിൽ ദൈവരൂപമായി വസിക്കുന്നത്. മറ്റാരുമല്ല യേശു ക്രിസ്തു എന്ന ഏകൻ മാത്രമേ. അത് സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വരുവാനുള്ളതാകട്ടെ, ഉയരത്തിലുള്ളതാകട്ടെ, എന്തുമാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവൻ മാത്രമേ സത്യ ദൈവം. എല്ലാ സ്തുതികൾക്കും യോഗ്യൻ, എല്ലാ ആരാധനയ്ക്കും യോഗ്യൻ, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ. ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്ത അനന്യനായ ദൈവം യേശു മാത്രമാണ്. ആരുമില്ല കേട്ടോ. എല്ലാറ്റിനും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. ഉളവായതെല്ലാം അവനായിട്ടും അവന് വേണ്ടി മാത്രമാണ്. കാരണം അവൻ തന്ന ദൈവം, അവൻ തന്ന കർത്താവ്, അവൻ തന്നെ ആരാധ്യൻ, അവൻ തന്നെ ഏക മധ്യസ്ഥൻ. ആരുമില്ല. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥനും ഏക കർത്താവും ഏക ദൈവവും യേശു ക്രിസ്തു മാത്രം. നാം പാടിയതുപോലെ ആരാധിച്ചിരുന്നു ഞാൻ എന്നിൽ നിറഞ്ഞിടണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ, യേശുവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കും, നമ്മെ ശക്തിപ്പെടുത്തും, നമ്മെ ബലപ്പെടുത്തും. അളവില്ലാത്ത ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ നിറയപ്പെടും. യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിനെ ഉയർത്തുവാൻ, യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ, ആത്മനിറവോടെ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ മൂന്നാമാളമായ പരിശുദ്ധാത്മാവ് ഈ സഭയുടെ മധ്യേ ഉണ്ടാകുന്നത്. ദൈവത്തോട് യാചിക്കും, യേശുവേ നിന്റെ ആത്മാവിനാൽ അടികളെ ഏറ്റെടുക്കുന്നത് ബലപ്പെടുത്തണേ. നിങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്ന കർത്താവേ, യേശു വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വാ, എന്റെ അടുക്കൽ വാ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ എടുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദിയെ നിർഗളിക്കുമെങ്കിൽ ആത്മാഭിഷേകത്തോടെ ബലത്തോടെ നിന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരിക്കൽ കൂടി ശക്തിപ്പെട്ട് ഈ ദേശത്ത് യേശുവിന്റെ സാക്ഷിയായി തീരുവാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ത് ചെയ്യണം? യേശുവിന്റെ സാക്ഷിയായി തീരണം. യേശുവിന്റെ അവസാനത്തെ കൽപ്പനയും ലോകമെങ്ങും പോയി സകല സൃഷ്ടികളെയും സുവിശേഷം അറിയിക്കുവാൻ, ദേശം ഉയർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിയിടുവാൻ അവിടുത്തെ ആ ശിഷ്യന്മാരെ, ഈ ദാസരാകുന്ന, ഈ ശിഷ്യരാകുന്ന നിന്റെ ദാസന്മാര്, ദാസിമാരുടെ മേൽ ഇന്നീ പ്രഭാതത്തിൽ ദൈവം അയക്കേണ്ടതിന് എല്ലാ ഹൃദയവാദത്തോടെ സന്തോഷത്തോടെ നിന്ന് കരമൊഴിച്ച് ആത്മാവിൽ പാടി ഈ കർത്താവിനെ നമ്മൾ ആരാധിക്കാം. ഉണർവിൻ
പോകുന്നത് നല്ലത്. പോകാതിരുന്നാൽ കാര്യസ്ഥന്റെ അടുക്കിലേക്ക് വരികയെന്ന് യേശുനാഥന്റെ ആ മരണത്തിന് ശേഷം യേശു ഉയർത്തെഴുന്നേറ്റിന്റെ ഏറ്റവും വലിയ സന്ദേശം ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിലേക്ക് നൽകിയതാണ്. പൗലോസ് പറയുന്നു, സ്തോത്രം, ആദ്യം യേശു പ്രത്യക്ഷപ്പെട്ട മഗ്ദലക്കാരി മറിയയ്ക്കും അതിനുശേഷം 500-ൽ പരം സഹോദരന്മാർക്കും യേശു പ്രത്യക്ഷപ്പെട്ടു. യേശു പറയുന്നു, അവസാനം അകാല പ്രജയായ എനിക്കും പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വലിയവനായ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ തേടി വന്നതോട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ വധുവാസം ചെയ്യാം. ആ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ ആശ്രയിച്ചാൽ നമ്മളെ ഒരു നാളും ദൈവം കൈവിടുകയില്ല. യേശു പറഞ്ഞത്, സ്തോത്രം, അവസാനത്തോളം കൂടിയിരിക്കുവാനുള്ള കാര്യസ്ഥൻ, അവസാനത്തോളം കൂടെ ഇരിക്കാനുള്ള കാര്യസ്ഥൻ, ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിന്നോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത യേശുനാഥന്റെ മൂന്നാം ആളത്തമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഓരോ മക്കളും നിറയുന്നതിനാൽ കണ്ണുനീരോടും പ്രയാസത്തോടും പല പല വിഷയങ്ങളിൽ ഭാരപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഒന്നിനെ കുറിച്ച് നീ വിചാരപ്പെടണ്ട. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷിക്കാനും നിന്റെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമെന്ന് അരുളി ചെയ്ത യേശുവിന്റെ മാറ്റമില്ലാത്ത തിരുവചനം മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗ്ഗസ്ഥേകളുടെ പിതാവേ, നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. വീണ്ടും കർത്താവേ, ഈ മാർച്ച് മാസം അവസാനത്തെ ഞായറാഴ്ച വന്ന് അങ്ങേ ആരാധിപ്പാൻ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയ നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ലോകത്തിലെ വിശുദ്ധന്മാരോടൊന്നിച്ച് അങ്ങേ ഒരിക്കൽ കൂടി ആത്മാവിൽ ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ശേഷം നടക്കുന്ന ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കണ്ടുവന്നിരിക്കുന്ന സകല മക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കുന്നവർക്ക് സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. സന്തോഷമുള്ള മക്കൾ കരങ്ങൾ ദൈവത്തെ ബന്ധപ്പെടുത്തിക്കേ. എല്ലാവരും ദൈവസന്നിധിയിലേക്ക്